Hi students, നമ്മൾ ഇന്ന് Urey-Miller experiment and Charles Darwin's evolution theory നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ Urey-Miller experiment. ഇത് Urey-Miller experiment എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ട് സയന്റിസ്റ്റ് Urey-Miller ഇൻഡിപെൻഡന്റ്ലി നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണിത് കേട്ടോ. Urey-Miller experiment. നിങ്ങൾ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് തന്നെ പഠിച്ചാലും മതി, ബിക്കോസ് NCERT-യിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് എക്സ്പെരിമെന്റ് ഈസ് ടു സപ്പോർട്ട് ദ കെമിക്കൽ എവല്യൂഷൻ തിയറി ഓഫ് ഒപ്പാരിൻ ആൻഡ് ഹാൽഡേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ തിയറി, ഒരു തിയറി ഉണ്ട്, കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലേ, പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരിൻ ആൻഡ് ഹാൽഡേ ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന്? അവർ പറയുന്ന ഒരു ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് ആണ് അല്ലേ. കെമിക്കൽ എവല്യൂഷൻ തിയറി നമുക്ക് ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്നും വിളിക്കാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഒറിജിൻ ഓഫ് ലൈഫിന് രണ്ട് ഹാഫ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ട് ഈവൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കെമിക്കൽ എവല്യൂഷൻ ആണ്, സെക്കൻഡ് ഹാഫ് ദ റെസ്റ്റ് ഹാഫ് ഈസ് ബയോളജിക്കൽ എവല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്താണ് നടക്കുന്നത്? ആറ്റംസിൽ നിന്ന് ഇനോർഗാനിക് കെമിക്കൽസ് ഫോം ചെയ്യുന്നു, ഇനോർഗാനിക് കെമിക്കൽസിൽ നിന്ന് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് കൂടി ചേർന്ന് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. കോംപ്ലക്സ്ഡ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് അല്ലെങ്കിൽ അവരെ അഗ്രഗേറ്റ് ചെയ്ത് മൈക്രോസ്ഫിയേഴ്സ് അല്ലെങ്കിൽ കൊയാസർവേറ്റ്സ് ഫോം ചെയ്യുന്നു. അവർ പിന്നെ പ്രോട്ടോസെൽ അല്ലെങ്കിൽ പ്രീ സെല്ലായിട്ട് മാറുന്നു. പിന്നെ അവരെന്തായിട്ട് മാറുന്നു? സെല്ലായിട്ട് മാറുന്നു. ഇത്രയാണ് കെമിക്കൽ എവല്യൂഷൻ. ഫുൾ കെമിക്കൽ റിയാക്ഷൻസ് ആണ് കെമിക്കൽ എവല്യൂഷൻ അല്ലേ. ആൻഡ് സെല്ല് ഉണ്ടായതിനു ശേഷം സെല്ല് പിന്നെ എന്തായിട്ട് മാറുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നു അല്ലേ. അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, നമ്മളിപ്പോൾ കാണുന്ന ഡൈവേഴ്സിറ്റി ആയി മാറുന്നത് ബയോളജിക്കൽ എവല്യൂഷനിലൂടെയാണ്. ഓക്കെ, ഇതാണ് ഒപ്പാരിൻ ആൻഡ് ഹാൽഡേൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഒറ്റ ഒരു സെന്റൻസിൽ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി എങ്ങനെ പറയാം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ്. ഓർഗാനിക് മോളിക്യൂൾസ് ലൈക്ക് RNA, പ്രോട്ടീൻ എക്സെട്ര അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. അതാണ് ഒപ്പാരിൻ ആൻഡ് ഹാൽഡേൻ തിയറി പറയുന്നത്. അതായത് ഓർഗാനിക് മോളിക്യൂൾസ് ആർ ദ ബേസിസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ലൈഫ്. ലൈഫ് ഫോം ചെയ്യുന്നത് ഈ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് എന്നതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുക്കുന്ന ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, Urey-Miller എക്സ്പെരിമെന്റ്. അവർ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സ്പെരിമെന്റ്? വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിന്റെ അല്ലെ പ്രിമിറ്റീവ് എർത്തിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു, എപ്പോഴും വോൾക്കാനിക് ഇറപ്ഷൻസ് ആയിരുന്നു, ആൻഡ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ, ഫ്രീ ഓക്സിജൻ ഇല്ല അല്ലേ. ആൻഡ് ഈ എർത്തിൽ പ്രിഡോമിനന്റ് ആയിട്ട് കാണപ്പെട്ട ഗ്യാസസ് ഏതൊക്കെയായിരുന്നു? മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഓർത്തിരിക്കണം. മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ അല്ലേ. അപ്പോൾ ഈ സയന്റിസ്റ്റ് Urey-Miller ഒരു പ്രിമിറ്റീവ് എർത്തിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അവരൊരു പ്രിമിറ്റീവ് എർത്ത് ഉണ്ടാക്കുന്നു. എവിടെയാ? അണ്ടർ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിൽ പ്രിമിറ്റീവ് എർത്ത് എന്നൊരു കൺസെപ്റ്റ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അവർ ഉണ്ടാക്കിയെടുക്കുന്നു, പ്രിമിറ്റീവ് എർത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, അണ്ടർ ലബോറട്ടറി കണ്ടീഷൻസ്. അപ്പോൾ ലബോറട്ടറിയിൽ പ്രിമിറ്റീവ് എർത്തിനെ ഉണ്ടാക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ആ ഡയഗ്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ആ ഡയഗ്രാം നോക്കിയാൽ മതി, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇതാണ് അവരുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതിന് ഈ എൻ്റർ തിങ് നമുക്ക് പ്രിമിറ്റീവ് എർത്ത് എന്ന് വിളിക്കാം. പ്രിമിറ്റീവ് എർത്ത്. രണ്ട് ചേമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ കൊടുത്തിരിക്കുന്ന ചെറിയ ചേമ്പറിൽ അവർ ബോയിലിംഗ് വാട്ടർ ആണ് എടുത്തേക്കുന്നത്. ഈ ബോയിലിംഗ് വാട്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? പ്രിമിറ്റീവ് ഓഷ്യനെയാണ്. ഇനി അപ്പർ ചേമ്പർ, മുകളിൽ കൊടുത്തിരിക്കുന്ന ചേമ്പർ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിനെയാണ്. കാരണം ഇവർ ഇതിനകത്ത് എടുത്തേക്കുന്നത് ഈ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന ആ 4 ഗ്യാസസ് ആണ്. ഏതൊക്കെയാണ്? മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ. മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, ഇതൊക്കെ ഈ ചേമ്പറിൽ എടുക്കുന്നു. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് എ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് ദിസ് ചേമ്പർ ഇൻഡിക്കേറ്റ്സ് എ പ്രിമിറ്റീവ് ഓഷ്യൻ. ഓക്കെ, രണ്ട് ചേമ്പറും കണ്ടല്ലോ, രണ്ടിനകത്തും എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ബോയിലിംഗ് വാട്ടർ ഇല്ലേ, പ്രിമിറ്റീവ് ഓഷ്യൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബോയിലിംഗ് വാട്ടർ, ഇത് ബോയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട്
വാട്ടർ വേപ്പർ H2O ദാ ഈ ട്യൂബിലൂടെ ഇങ്ങനെ കയറി ഇവിടെ വരും. അപ്പോൾ വാട്ടർ വേപ്പറിന്റെ സോഴ്സ് ഇവിടെ ഇങ്ങനെയാണ്. ഇനി ഇതിനകത്ത് ഒരു രീതിയിലും ഓക്സിജൻ കയറാൻ പോകുന്നില്ല. പ്രിമിറ്റീവ് എർത്തിൽ ഓക്സിജൻ ഇല്ല, ഫ്രീ ഓക്സിജൻ ഇല്ല എന്ന് നമ്മൾ പഠിച്ചില്ല. ഒരു റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഒരു റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ് ഇവരും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇനി ഈ വലിയ ചേംബറിൽ, അപ്പർ ചേംബറിൽ 2 ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രോഡ്സ് വഴി ഈ ചേംബറിലേക്ക് അവരൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുകയാണ്. എത്ര ഡിഗ്രി സെൽഷ്യസിൽ? 800 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പൊ ഇലക്ട്രോഡ്സ് വെച്ചൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുന്നു. എന്തിനാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ, ഇതിപ്പോൾ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണല്ലോ, പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് പല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ. കെമിക്കൽ റിയാക്ഷൻസ് നടന്നു, ഫൈനലി കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ എന്ന പ്രോസസ്സ് നടന്നു, അവർ ഓഷ്യാനിക് വാട്ടറിൽ എത്തുന്നു, വീണ്ടും അവിടെയും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ആ എനർജി പ്രൊവൈഡ് ചെയ്തത് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ലൈറ്റ്നിങ് ആയിരുന്നു. ലൈറ്റ്നിങ് ഇൻ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ. അപ്പൊ ലൈറ്റ്നിങ് ആണ് ആ ഒരു എനർജി കൊടുത്തത്. അപ്പൊ ഇവിടെ ഇവർക്ക് ലൈറ്റ്നിങ് കൊടുക്കാൻ പറ്റില്ല അല്ലേ, പകരം അതിന് സമാന്തരമായിട്ടൊരു എനർജി കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്. ഇനി ഈ ഗ്യാസസിന് എന്ത് പറ്റി? പല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടുണ്ടാവും. തൊട്ട് താഴെ ഒരു കണ്ടൻസർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? നോർമലി ഫോർ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ. അപ്പൊ ഇവിടുന്ന് വരുന്ന സംഗതികളൊക്കെ ഇവിടെ എത്തുമ്പോൾ എന്താകും? കൂൾഡ് ആകും അല്ലെ, കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ നടക്കും. ആൻഡ് ഫൈനലി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇവരിങ്ങനെ താഴെ എത്തും, ഇവിടെ എത്തും. ഓക്കെ, അപ്പൊ ഇവിടെ എത്തുന്ന ആ ഒരു ലിക്വിഡ് മീഡിയത്തിലുള്ള ആ ഒരു കോമ്പൗണ്ട്സിനെ അവർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അവർ അമിനോ ആസിഡ്സിനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, വാട്ടർ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്താ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അവർക്ക് കിട്ടിയത്? അമിനോ ആസിഡ്സ്. വി നോ ദാറ്റ് അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. ഒരു സെല്ലിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബയോമോളിക്യൂൾ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. സോ അതിന്റെ ഫോർമേഷന് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗാനിക് മോളിക്യൂൾ, സിമ്പിൾ മോളിക്യൂളിനെ അവർ ഒബ്സർവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അമിനോ ആസിഡ്. മനസ്സിലായോ? സോ ഇത് കെമിക്കൽ എവല്യൂഷൻ തിയറിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ലൈഫ് ഫ്രം ഓർഗാനിക് മോളിക്യൂൾസ്. ആൻഡ് ഇൻ സിമിലർ എക്സ്പെരിമെന്റ്സ് അതേഴ്സ് ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്. നമുക്കറിയാം ഇതൊക്കെ സെല്ലിനകത്തേക്ക് വേണ്ട കാര്യങ്ങളാണ്. നൈട്രജൻ ബേസസ് ഒക്കെ DNA-യുടെ RNA-യുടെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്, പിഗ്മെന്റ്സ് ആൻഡ് ഫാറ്റ്സ്. അപ്പൊ എങ്ങനെയാണ് യുറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് നിങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുക? ഈ സയന്റിസ്റ്റ് ലബോറട്ടറിയിൽ ഒരു പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ഉപയോഗിച്ചു. ആ ഗ്യാസസിൽ നിന്ന് ഏതൊക്കെ ഗ്യാസസ് ആയിരുന്നു? മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. ഈ ഗ്യാസസിൽ നിന്ന് അമിനോ ആസിഡ്സിന്റെ ഫോർമേഷൻ കാണുന്നില്ല, അവർ ഒബ്സർവ് ചെയ്യുന്നു. അത് കെമിക്കൽ എവല്യൂഷൻ തിയറിക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അത്രയേ ഉള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് ലൈഫ് ഫ്രം ഓർഗാനിക് മോളിക്യൂൾസ്. ഇതാണ് അവർ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാൾസ് ഡാർവിന്റെ എവല്യൂഷണറി തിയറി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നേ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷനും കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ക്രിയേഷൻ തിയറി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണത് പറയുന്നത്? ഒരു സൂപ്പർ നാച്ചുറൽ പവർ ദാറ്റ് ക്രിയേറ്റഡ് ലൈഫ് ക്രിയേറ്റ് ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണ് അല്ലേ. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എർത്ത്, ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ലൈഫ് എന്ന ഒരു കോൺസെപ്റ്റ്. ഇതനുസരിച്ച് ഓർഗാനിസംസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല അല്ലേ. ക്രിയേഷനിൽ തൊട്ട് അവർ എപ്പോഴും സൃഷ്ടിക്കപ്പെട്ടോ അപ്പോൾ തൊട്ട് ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല, ഇപ്പോഴും ഇല്ല, ആൻഡ് ഫ്യൂച്ചർ ഓൾസോ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. ഡൈവേഴ്സിറ്റി സെയിം, തുടക്കം മുതൽ അവസാനം വരെ ഡൈവേഴ്സിറ്റി സെയിം എന്നാണ് ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ബിക്കോസ് ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന സ്റ്റഡീസ് എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. വേരിയേഷൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഇസ് നോട്ട് ദ സെയിം. എർത്തിന്റെ പല പീരിയഡിൽ, എർത്ത് ഉണ്ടായപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള ഓർഗാനിസംസിനെ നോക്കിയെടുത്താൽ ഡൈവേഴ്സിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. എർത്തിന്റെ പല പീരിയഡിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് എക്സിസ്റ്റഡ് ആയിരുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. നമുക്ക് പല എവിഡൻസസും കിട്ടിയിട്ടുണ്ട്. പല ഓർഗാനിസംസ് പല പീരിയഡ്സിലും എക്സ്റ്റിങ്ക്റ്റഡ് ആയി പോയിട്ടുണ്ട്. പുതിയ ഓർഗാനിസംസ് അതുപോലെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഈ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ നമുക്ക് അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങാനായിട്ട് പറ്റത്തില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം എർത്തിന്റെ ഏജ് പറയുന്നത്, എർത്തിന് ഒത്തിരി ഒന്നും പ്രായമില്ല, ഏകദേശം 4000 years ഓൾഡ് ആണ് എർത്ത് എന്നാണ്. അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് സ്റ്റഡീസ് അനുസരിച്ച് എർത്തിന് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഏജ് ഉണ്ട് അല്ലേ. അപ്പോൾ
ഇതൊക്കെ ഇങ്ങനെ ഈ സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ഒക്കെ ഡിസ്പ്രൂവ് ആകാൻ കാരണം ഇങ്ങനെയുള്ള സയന്റിസ്റ്റ് ഒക്കെ പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് കൊണ്ടുവരുന്നതിലൂടെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ചാൾസ് ഡാർവിൻ. അപ്പോൾ ഈ ചാൾസ് ഡാർവിന് ഇവല്യൂഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണുള്ളത്. അദ്ദേഹം ഒരു വേൾഡ് വൈഡ് യാത്ര നടന്നുണ്ട്, വേൾഡ് വൈഡ് ട്രിപ്പ്, HMS ബീഗിൾ എന്ന ഷിപ്പിൽ. കടലിലൂടെയാണ് അദ്ദേഹത്തിന്റെ യാത്ര. അങ്ങനെ അദ്ദേഹം കടലിലൂടെ ലോകം ചുറ്റുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്ത് തിയറി ഓഫ് എവല്യൂഷൻ, ഒരു എവല്യൂഷണറി തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെന്റൽ, പാവം പിടിച്ച മെന്റൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് ഒന്നും അന്നത്തെ കാലത്ത് സയന്റിസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെ. കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് എന്താണ്, ഈ ചാൾസ് ഡാർവിന്റെ ഡിസ്കവറിയാണ്. ചാൾസ് ഡാർവിൻ എവല്യൂഷണറി തിയറി പ്രപ്പോസ് ചെയ്ത സമയമായിരുന്നു അത്. അതുകൊണ്ട് മെന്റലിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല. മെന്റലിന് പരിഗണന അവർ കൊടുത്തിരുന്നെങ്കിൽ മെന്റലിന്റെ തിയറിയും മെന്റലിന്റെ കണ്ടുപിടുത്തങ്ങളും ചാൾസ് ഡാർവിന്റെ കണ്ടുപിടുത്തവുമായിട്ട് കൂട്ടി കണക്റ്റഡ് ആക്കി. രണ്ടും ജീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. രണ്ടും കൂടെ കണക്ട് ചെയ്ത് പുതിയൊരു പ്രതിഭാസം തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് സൃഷ്ടിച്ചെടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല അല്ലെ. ഇപ്പൊ ചാൾസ് ഡാർവിൻ എന്താണ് ചെയ്ത്, ഇവല്യൂഷണറി തിയറി പ്രപ്പോസ് ചെയ്യുന്നു. ഇപ്പൊ ഡാർവിന്റെ ഇപ്പൊ എന്തൊക്കെയായിരുന്നു ഡാർവിന്റെ ഒബ്സർവേഷൻസ്? ഡാർവിൻ ഒബ്സർവ്ഡ് ദാറ്റ് എക്സിസ്റ്റിംഗ് ലിവിംഗ് ഓർഗാനിസംസ് ഷെയർ സിമിലാരിറ്റീസ്. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടല്ലേ. എക്സിസ്റ്റിംഗ് ലിവിംഗ് ഓർഗാനിസംസ് ഷെയർ സിമിലാരിറ്റീസ് ടു വേരിയിങ് ഡിഗ്രീസ് നോട്ട് ഓൺലി എമംഗ് ദംസെൽസ് ബട്ട് ഓൾസോ വിത്ത് ലൈഫ് ഫോംസ് ദാറ്റ് എക്സിസ്റ്റഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അപ്പൊ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ മാത്രമല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എക്സിസ്റ്റഡ് ആയിരുന്ന ഓർഗാനിസംസ് തമ്മിലും ഇവർക്ക് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ജീവിച്ചിരുന്ന ഓർഗാനിസംസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പലതും എക്സ്റ്റിങ്ക്റ്റഡ് ആയി പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ എർത്തിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മെനി ലൈഫ് ഫോംസ് എക്സ്റ്റിങ്ഷൻസ് ഓഫ് ഡിഫറെന്റ് ലൈഫ് ഫോംസ്, പല ഓർഗാനിസംസും എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ. ഇനി ഡാർവിൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എനി പോപ്പുലേഷൻ ഹാസ് ബിൽറ്റ് ഇൻ വേരിയേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊരു പോപ്പുലേഷൻ ആണെങ്കിലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ സംഭവിക്കാൻ, വേരിയേഷൻ ഇസ് കോമൺ, വേരിയേഷൻസ് ഉണ്ടാവാം. വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലർ ആ വേരിയേഷൻസ് വെച്ച് അവരുടെ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യും. പക്ഷെ മറ്റു ചിലർ സർവൈവ് ചെയ്യില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ചിലർ സർവൈവ് ചെയ്യും, ചിലർ സർവൈവ് ചെയ്യത്തില്ല. ബിക്കോസ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തോ ഒരു വേരിയേഷൻ ഉണ്ടായില്ലേ. ആ വേരിയേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ചിലർ സർവൈവ് ചെയ്യും. ദേ ക്യാൻ സർവൈവ് ബെറ്റർ ഇൻ നാച്ചുറൽ കണ്ടീഷൻസ്, either climate, food, physical factors, etc. മനസ്സിലായോ? ചിലർ അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻ, നാച്ചുറൽ കണ്ടീഷൻസുമായിട്ട് സർവൈവ് ചെയ്തു പോകും. പക്ഷെ ചിലർ സർവൈവ് ചെയ്യില്ല. ഇതിനെ ഫിറ്റ്നസ് എന്ന് നമുക്ക് വിളിക്കാം. ആ ഇൻഡിവിജ്വലിന്റെ ഫിറ്റ്നസ്. ദോസ് ഹു ആർ ഫിറ്റഡ്, ആർക്കാണ് ഫിറ്റ്നസ് ഉള്ളത് അവർ ആ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യും. ആരാണ് ഫിറ്റ് അല്ലാത്തത് അവർ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യത്തില്ല. എപ്പോഴാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ ഈ ഫിറ്റ്നസ് ഡാർവിന്റെ കണക്കനുസരിച്ച് എന്ത് ഫിറ്റ്നസ് ആണ്? റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ്. ദ ഫിറ്റ്നസ് ഈസ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. ദ ഫിറ്റ്നസ് അക്കോർഡിംഗ് ടു ഡാർവിൻ ഈസ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസംസ് സർവൈവ് ചെയ്യും, ആ എൻവയോൺമെന്റിൽ ബെറ്റർ സർവൈവ് ചെയ്യും, ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് മോർ പ്രോജനീസ് ദാൻ ദ അതേഴ്സ്. മനസ്സിലായോ? those who are better fit in the environment live more progeny than the others. These therefore will survive more and hence are selected by nature. മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഈ ഓർഗാനിസംസ് മോർ സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലെ, മറ്റുള്ളവരെക്കാളും കൂടുതൽ സർവൈവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെ നേച്ചർ സെലക്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നത്? ഫിറ്റ് ആയിട്ടുള്ളവരൊക്കെ നിന്നാൽ മതി, ബാക്കി എല്ലാത്തരൊക്കെ പൊക്കോ. നേച്ചർ നാച്ചുറലി അങ്ങ് എലിമിനേറ്റ് ചെയ്ത് വിടുകയാണ് അല്ലേ. സോ നേച്ചർ വിൽ സെലക്ട് ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. ആ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ വേരിയേഷൻസ് ഉള്ളവരെ നേച്ചർ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തവരെ നേച്ചർ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇതിനാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി എന്ന് പറയുക. ആൻഡ് ഇംപ്ലൈഡ് ഇറ്റ് ആസ് എ മെക്കാനിസം ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം ആയിട്ട് പറയുന്നത് ഈ നാച്ചുറൽ സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ. ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് നാച്ചുറൽ സെലക്ഷൻ തിയറി പറയുന്നത്? നേച്ചർ സെലക്ട് ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസ് വെച്ച് അവർ ആ എൻവയോൺമെന്റിൽ ബെറ്റർ സർവൈവ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നേച്ചറാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. അല്ലാത്തവരെ എന്ത് ചെയ്യും? നേച്ചർ എലിമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ, ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽസിനെ നേച്ചർ സെലക്ട് ചെയ്യുന്നു. റീപ്രൊഡക്റ്റീവ്ലി
ഫിറ്റ്നസ് ഇല്ലാത്തവരെ നേച്ചർ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കാര്യം. നാച്ചുറൽ സെലക്ഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് 9th-ലോ 10th-ലോ എവല്യൂഷൻ ചാപ്റ്ററിലുള്ള ഒരു പിക്ചറാണിത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ ഓഫ് റെഡ് ബീറ്റിൽസ്. ഇതാണ് തുടക്കം കേട്ടോ, പോപ്പുലേഷൻ ഓഫ് റെഡ് ബീറ്റിൽസ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ആരോ അതിലേക്ക് മാത്രം നോക്കുക. ഈ പോപ്പുലേഷനിൽ ഒരു ബ്ലൂ ബീറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേരിയേഷൻ ആണ്, ഒരു മ്യൂട്ടേഷൻ വഴി ഉണ്ടായിട്ടുള്ള വേരിയേഷൻ. സോ ഈ പോപ്പുലേഷനിൽ ഒരു വേരിയേഷൻ ഉണ്ടായി, ബ്ലൂ ബീറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതാണ്. അടുത്ത ഡയഗ്രത്തിൽ ഈ ബ്ലൂ ബീറ്റിലിന്റെ നമ്പർ കൂടുന്നുണ്ട്, അവർ ഈ പോപ്പുലേഷനിൽ റീപ്രൊഡക്ഷൻ നടത്തി. എന്നാലും റെഡ് ബീറ്റിൽസിന്റെ നമ്പറാണ് കൂടുതൽ അല്ലേ. ഇപ്പോൾ ഒരു എലിഫന്റ് അതുവഴി വരുന്നു, എലിഫന്റ് ഫുഡ്, എലിഫന്റ് ബീറ്റിൽസിനെ ചവിട്ടി കഴിഞ്ഞപ്പോൾ റെഡ് ബീറ്റിൽസ് എല്ലാം ചത്തുപോയി. റെഡ് ബീറ്റിൽസ് ഒന്നും പിന്നില്ല, ബാക്കിയുള്ളത് ബ്ലൂ ബീറ്റിൽസ് ആണ്. ഫൈനലി ബ്ലൂ ബീറ്റിൽസ് റീപ്രൊഡക്ഷൻ നടത്തി അവരുടെ നമ്പർ കൂട്ടുന്നു. ഫൈനലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബ്ലൂ ബീറ്റിൽസിന്റെ പോപ്പുലേഷൻ ആണ്. സോ ആക്ച്വലി വി സ്റ്റാർട്ടഡ് വിത്ത് റെഡ് ബീറ്റിലിന്റെ പോപ്പുലേഷനിലാണ് അല്ലേ, റെഡ് ബീറ്റിലിന്റെ പോപ്പുലേഷനാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഫൈനലി നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ബ്ലൂ ബീറ്റിൽസിന്റെ പോപ്പുലേഷനാണ്. ഇതൊരു കൈൻഡ് ഓഫ് എവല്യൂഷൻ ആണ്. ഇനി മുകളിലോട്ട് നോക്കൂ, റെഡ് ബീറ്റിൽസിന്റെ അടുത്ത് 2 ക്രോസിനെ കാണിച്ചിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ 2 ബേർഡ്സ്. ശരിക്കും അവർ പ്രഡേറ്റേഴ്സ് ആണ്, ബീറ്റിൽസിന്റെ പ്രഡേറ്റേഴ്സ് ആണ്, ഈ ബീറ്റിൽസിനെ കഴിക്കാൻ വേണ്ടി വരുന്നവരാണ്. സോ ഈ ബീറ്റിൽസ് ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഗ്രീൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഗ്രീൻ ലീവ്സ് ആണെന്ന് വിചാരിക്കുക, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ ഈ റെഡ് ബീറ്റിൽസിനെയാണ് ഈ ബേർഡ്സ് ഒന്ന് കഴിക്കാൻ പോകുന്നത്, ക്രോ ഒന്ന് കഴിക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വിസിബിൾ ആയിട്ടുള്ളത് റെഡ് ബീറ്റിൽസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ റെഡ് ബീറ്റിൽസിന്റെ പോപ്പുലേഷൻ ആണ്. അതിൽ ഒരു ബീറ്റിൽ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേരിയേഷൻ ആണ്. താഴത്തെ പോലെ തന്നെ, താഴെ ബ്ലൂ ആയിരുന്നു, ഇവിടെ ഗ്രീൻ ആണ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ ഈ ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേരിയേഷൻ ഇൻ ദിസ് പോപ്പുലേഷൻ. അപ്പോൾ ഈ ബേർഡ്സ് വന്നിരിക്കും, ക്രോ വന്നിരിക്കും, നാച്ചുറലി അവർ കഴിക്കുന്ന റെഡ് ബീറ്റിലിനെയാണ്. ബിക്കോസ് ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ, ഗ്രീൻ ലീഫിൽ വിസിബിൾ ആയിട്ടുള്ള റെഡ് ബീറ്റിൽസ് ആണ്, അവരുടെ ബീറ്റിൽസിനെ കഴിച്ചിട്ട് പോകും. അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്തു, ഈ റെഡ് ബീറ്റിൽസിന്റെ നമ്പർ കുറഞ്ഞു വരുന്നല്ലേ, കുറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ബീറ്റിൽസിന്റെ നമ്പർ കുറഞ്ഞു വരുന്നു, ഗ്രീൻ ബീറ്റിൽസിന്റെ നമ്പർ കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഗ്രീൻ ബീറ്റിൽസിനെ അത്ര പെട്ടെന്ന് ബേർഡ്സിന് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ, പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റത്തില്ല ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്. സോ ഫൈനലി നിങ്ങൾക്ക് ഗ്രീൻ ബീറ്റിൽസിനെ മാത്രം കാണാൻ പറ്റും. സോ റെഡ് ബീറ്റിൽസിന്റെ പോപ്പുലേഷനിൽ സ്റ്റാർട്ട് ചെയ്തു, ഗ്രീൻ ബീറ്റിൽസിന്റെ പോപ്പുലേഷനിൽ വന്നെത്തി. ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എവല്യൂഷൻ. പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്തല്ലേ. ഇവിടെ നമുക്ക് പറയാം നേച്ചർ ഹാസ് സെലക്ടഡ് ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. ആർക്ക് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള വേരിയേഷൻ, അവരുടെ വേരിയേഷനുമായിട്ട് ആ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ, ആ ഒരു നാച്ചുറൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർ മാത്രം അവിടെ സർവൈവ് ചെയ്യും അല്ലേ, അവർ മാത്രം അവിടെ സെലക്റ്റഡ് ആകും. നേച്ചർ സെലക്ടഡ് ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. ഇനി നിങ്ങൾ 2 സെലക്ഷൻ ഒന്ന് കമ്പയർ ചെയ്ത്, ഈ എലഫന്റ് ഫൂട്ട് വന്നിട്ടുള്ള സെലക്ഷൻ ആക്സിഡന്റൽ സെലക്ഷൻ ആണ്, മറ്റത് ഗ്രാജുവലി നടന്ന സെലക്ഷൻ ആണ്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ശരിക്കും സെലക്ഷൻ അല്ല. അത് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഈ ബീറ്റിൽസ് ഇരിക്കുന്ന ലീഫ് ന്യൂട്രീഷ്യസ് അല്ലെന്ന് വിചാരിക്കുക, വേണ്ടത്ര ന്യൂട്രീഷ്യൻസ് ഇല്ല ബീറ്റിൽസിന് വളരാൻ വേണ്ടി, ബീറ്റിൽസിന് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലീഫിന്റെ കളർ യെല്ലോ ആയിട്ട് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് അതിൽ വേണ്ടത്ര ന്യൂട്രീഷ്യൻസ് ഒന്നും ഇല്ല. സോ ബീറ്റിൽസിന്റെ സൈസ് കുറഞ്ഞു വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അടുത്ത ഡയഗ്രത്തിൽ ബീറ്റിൽസിന്റെ സൈസ് കുറഞ്ഞു ദാറ്റ് മീൻസ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നില്ല, വേണ്ടത്ര ഫുഡ് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡയഗ്രത്തിൽ റെഡ് ബീറ്റിൽസ് അവരുടെ പഴയ സൈസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, പഴയ പോപ്പുലേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ദാറ്റ് മീൻസ് അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടി, നല്ല പച്ച കളറുള്ള ലീഫിന്റെ പുറത്താണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത്. ആൻഡ് ഇത് സെലക്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പുതിയൊരു സ്പീഷീസിന്റെ ഫോർമേഷൻ നടക്കുന്നില്ല, പുതിയൊരു സ്പീഷീസ് ഇവോൾവ് ചെയ്യുന്നില്ല അല്ലേ. റെഡ് ബീറ്റിൽസിലാണ് സ്റ്റാർട്ട് ചെയ്ത്, ആൻഡ് റെഡ് ബീറ്റിൽസ് തന്നെയാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. റെഡ് ബീറ്റിൽസിന്റെ പോപ്പുലേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, വേറെ ഒരു ബീറ്റിലിനെയും കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇടയ്ക്ക് അവരുടെ ഫുഡ് സോഴ്സ് ഒന്ന് കുറഞ്ഞായിരുന്നു, ഫുഡ് സോഴ്സ് അതിന്റെ ഫുഡിന്റെ അവൈലബിലിറ്റി ഒന്ന് കുറഞ്ഞായിരുന്നു, അപ്പോൾ അവരുടെ പോപ്പുലേഷൻ അത് അഫക്ട് ചെയ്തു. എന്നിരുന്നാലും റെഡ് ബീറ്റിൽസിന്റെ പോപ്പുലേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. സോ ദിസ് ഇസ് നോട്ട് എ സെലക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഇവല്യൂഷൻ അല്ലേ. ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് നേച്ചർ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് അല്ലേ, ഓർഗാനിസംസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു എവല്യൂഷൻ, ദാറ്റ് മീൻസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഡാർവിന്റെ എവല്യൂഷണറി തിയറി പറയുന്ന കീ പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഒന്ന്, ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓവർ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓർഗാനിസംസ് ക്യാൻ പ്രൊഡ്യൂസ് ദർ മാക്സിമം നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്.
That is overproduction. And overproduction നടന്നു കഴിഞ്ഞാൽ there will be tendency for competition അല്ലേ? Organisms തമ്മിൽ compete ചെയ്യും. എന്തിനാണ്? For space, for food, for shelter. അവരുടെ ഫുഡിനും ഷെൽട്ടറിനും റീപ്രൊഡക്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഓർഗാനിസംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും compete ചെയ്യും. So there will be competition and struggle for existence. That is the second step. Third is variation. Variations ഉണ്ടാകും ഓർഗാനിസംസ് അല്ലേ? അത് നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. ആൻഡ് ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് വിൽ സർവൈവ്. ദാറ്റ് ഈസ് നോൺ ആസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ദ ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽ വിൽ ബി സർവൈവ്ഡ്. ഇതിന് നമുക്ക് നാച്ചുറൽ സെലക്ഷൻ എന്നും പറയാം അല്ലേ? നേച്ചർ സെലക്ട് ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. സോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഓൺലി ദ ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽസ് വിൽ സർവൈവ്. ഈ ഫിറ്റ്നസിനെ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് വിളിക്കാം. അപ്പോൾ റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ. അതേഴ്സ് വിൽ ബി എലിമിനേറ്റഡ്. ഇതിനെ നമുക്ക് നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കാം. നേച്ചർ വിൽ സെലക്ട് ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. അപ്പോൾ ഈ വേരിയേഷൻസ് ഇങ്ങനെ ഓരോ ജനറേഷൻസിലും അക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി പുതിയൊരു സ്പീഷീസ് ഇവോൾവ് ചെയ്യുന്നു, ഒറിജിനേറ്റ് ചെയ്യുന്നു. And the last point of his theory is origin of new species. പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നു. So what are the key points? Overproduction, competition and struggle for existence, variation, survival of the fittest or natural selection, and then origin of new species. ഇനി ഡാർവിൻ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ്, ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് മറ്റൊരു നാച്ചുറലിസ്റ്റ് ആൽഫ്രഡ് വാലസ് മലയ് ആർച്ചിപ്പലാഗോ റീജിയനിൽ സ്റ്റഡീസ് നടത്തുന്നത് സിമിലർ കൺക്ലൂഷൻസിലേക്ക് എത്തുന്നത്. എന്തായിരുന്നു കൺക്ലൂഷൻ? ഓർഗാനിസംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലാരിറ്റീസ് ഉണ്ട്. അവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഓർഗാനിസംസുമായിട്ട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇൻഡിക്കേറ്റ്സ് എ കോമൺ ആൻസസ്ട്രി അല്ലേ? ഓർഗാനിസംസിന്റെ കോമൺ ആൻസസ്ട്രി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് പല ആൻസസ്റ്റേഴ്സും, നമ്മുടെ പല ആൻസസ്റ്റേഴ്സും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവർ എർത്തിന്റെ പല പീരിയഡിൽ, എർത്ത് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല പീരിയഡിലായിട്ട് ഇവർ എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ പല സ്റ്റഡീസിൽ നിന്നും ഒബ്സർവേഷൻസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് എർത്തിന്റെ ഏജ് 4000 ഇയേഴ്സ് ഒന്നും അല്ല, മറിച്ച് എത്രയാണ്? ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആണ് എർത്ത് അല്ലേ എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ എർത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈം പീരീഡ്സിൽ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് എക്സിസ്റ്റഡ് ആയിരുന്നു. പലരും എക്സ്റ്റിങ്ക്റ്റ് ചെയ്തു പോയെന്ന് ഞാൻ പറഞ്ഞു. ഈ ടൈം പീരീഡിനെ നമുക്ക് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് വിളിക്കാം. ഈ കൊടുത്തിരിക്കുന്ന ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിലാണ്. അതിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് കാണാൻ പറ്റും. ഇയോൺ, ഈറ, പീരിയഡ്, ഇപ്പോക്ക്. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് വായിക്കുക. നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം ഓൾഡർ ആയിരിക്കും. ഓൾഡർ മുകളിലോട്ട് പോകും തോറും യങ്ങർ ആയിക്കൊണ്ടിരിക്കും. 4 ഇയോൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫെനറോസോയിക്, പ്രോട്ടറോസോയിക്, ആർക്കിയൻ, ഹാഡിയൻ. താഴെ നിന്ന് വായിക്കുക. ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക്, ഫെനറോസോയിക്. ഇയോൺ നിങ്ങളങ്ങ് വിട്ടോ കേട്ടോ. ശരിക്കും ഈ ഫെനറോസോയിക് ഇയോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഇയോൺ പോർഷൻ നിങ്ങൾ വിട്ടോ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഈറയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് ഈറ. പാലിയോസോയിക് ഈറ, മീസോസോയിക് ഈറ, സീനോസോയിക് ഈറ. ഇങ്ങനെ 3 ഈറാസ് ആണുള്ളത്. പാലിയോസോയിക് ഈസ് ദ ഓൾഡസ്റ്റ് ഈറ, ദെൻ കംസ് ദ മീസോസോയിക് ആൻഡ് ദെൻ സീനോസോയിക്. പാലിയോസോയിക് ഈറയിലാണ് കൂടുതൽ ഇൻവെർട്ടിബ്രേറ്റ്സ് ഫ്ലറിഷ്ഡ് ആയത്. ഇൻവെർട്ടിബ്രേറ്റ്സ് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത് പാലിയോസോയിക് ഈറയിലാണ്. വെർട്ടിബ്രേറ്റ്സും ഉണ്ട്, എന്നാലും ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. ദെൻ മീസോസോയിക് ഈറനെ നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നാണ് വിളിക്കുക. ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ്, മീസോസോയിക് ഈറ. സീനോസോയിക് ഈറയിലാണ് മാമൽസ് കൂടുതൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത്. അവിടെ മാമൽസ് എന്ന് എഴുതുവാണേ, മാമൽസ്. ഇനി ഓരോ ഈറയും വീണ്ടും പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോസോയിക് ഈറനെ കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ എന്നീ പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. പഠിക്കാനുള്ള ഷോർട്ട് ഫോം എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. കോസ്റ്റ് CP. എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. അപ്പോൾ ഓരോന്ന് ഓർഡറിൽ ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ കാംബ്രിയനിലാണ് തുടങ്ങുക. ഇതിന് തൊട്ട് താഴെയുള്ളതൊക്കെ പ്രീ കാംബ്രിയൻ പീരീഡ് എന്നാണ് വിളിക്കുക, തൊട്ട് മുന്നേ ഉള്ളതൊക്കെ. സോ കാംബ്രിയൻ പീരീഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. ഇതിൽ ഡിവോണിയൻ പീരീഡിനെ നമ്മൾ ഏജ് ഓഫ് ഫിഷസ് എന്ന് വിളിക്കും. ഏജ് ഓഫ് ഫിഷസ്. ഫിഷസ് കൂടുതൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത് ഡിവോണിയൻ പീരീഡിലാണ്. പിന്നെ കാർബോണിഫറസ് പീരീഡിനെ നമ്മൾ ഏജ് ഓഫ് ആംഫീബിയൻസ് എന്ന് വിളിക്കും. ഏജ് ഓഫ് ആംഫീബിയൻസ്. ഓക്കെ, ഇനി മീസോസോയിക് ഈറ. മീസോസോയിക് ഇതെല്ലാം വായിച്ചോളൂ കേട്ടോ, ഇതെല്ലാം കൂടെ ചറവറ നടക്കും. മീസോസോയിക് ഈറനെ 3 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രയാസിക്,
ജുറാസിക്, ക്രിട്ടേഷ്യസ്. ഞാൻ പറഞ്ഞു മീസോസോയിക് ഇറേനെ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നാണ് വിളിക്കുക. റെപ്റ്റൈൽസ് കൂടുതൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളതും കുറച്ചല്ല കൂടുതൽ പേര് എക്സ്റ്റിങ്ക്റ്റ് ആയതും മീസോസോയിക് ഇറയിൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ 3 പീരിയഡ്സ് ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്. അപ്പോൾ ട്രയാസിക് പീരീഡിൽ റെപ്റ്റൈൽസ് ഇവോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ജുറാസിക് പീരീഡിൽ ഏറ്റവും കൂടുതൽ റെപ്റ്റൈൽസ് കാണപ്പെട്ടത്. ക്രിട്ടേഷ്യസ് പീരീഡ് ആയപ്പോഴേക്കും അവർ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആരാണ്? റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസിൽ ഞാൻ ഡൈനോസോഴ്സിനെയാണ് ഉദ്ദേശിച്ചത്. ഡൈനോസോഴ്സ്, നമ്മുടെ ഡൈനോസോഴ്സ് ഒക്കെ ഫ്ലറിഷ്ഡ് ആയിരുന്ന ഈ ജുറാസിക് പീരീഡിലാണ്. പിന്നെ അവർ എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ? എപ്പോഴാണ്? ക്രിട്ടേഷ്യസ് പീരീഡോടുകൂടി അവർ എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോകുന്നു. സോ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ആണ് മീസോസോയിക് ഇറ. അതിൽ ജുറാസിക് പീരീഡ് ആണ് ഗോൾഡൻ ഏജ് ഓഫ് ഡൈനോസേഴ്സ്. ദെൻ സീനോസോയിക് ഇറ, മാമൽസ് കൂടുതൽ ഫ്ലറിഷ്ഡ് ആവുന്ന ഈ ഇറയിലാണെന്ന് പറഞ്ഞു. അതിന്റെ 3 പീരീഡ്സ് കൊടുത്തിട്ടുണ്ട്. ക്വാട്ടർണറി താഴേന്ന് വായിച്ചു പോകാം അല്ലേ? പാലിയോജീൻ, നിയോജീൻ ആൻഡ് ക്വാട്ടർണറി. പാലിയോജീൻ, നിയോജീൻ, ക്വാട്ടർണറി 3 പീരീഡ്സ്. നമ്മളിപ്പോൾ ക്വാട്ടർണറി പീരീഡ് ആണുള്ളത്. ഈ പീരീഡ്സ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എപ്പോക്സ് ആയിട്ട്. ഓക്കെ, സീനോസോയിക് ഇറയുടെ 3 പീരീഡ്സ് വീണ്ടും ഡിഫറെന്റ് എപ്പോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. പാലിയോജീന്റെ 3 എപ്പോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാലിയോസീൻ, ഇയോസീൻ, ഒളിഗോസീൻ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണ്ട. നിയോജീന്റെ 2 എപ്പോക്സ് കൊടുത്തിട്ടുണ്ട്. മയോസീൻ, ദെൻ പ്ലിയോസീൻ. ദെൻ ക്വാട്ടർണറി പീരീഡിലുള്ള 2 എപ്പോക്സ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ്റ്റോസീൻ, ഹോളോസീൻ. ഇതിൽ പ്ലിയോസീൻ തൊട്ട് ഒക്കെയാണ് ഹ്യൂമൻ എവല്യൂഷൻ തുടങ്ങുന്നത് കേട്ടോ. ഹ്യൂമൻ എവല്യൂഷൻ ശരിക്കും ക്വാട്ടർണറി പീരീഡിലാണ് നടക്കുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ ക്വാട്ടർണറി പീരീഡിലാണ് നടക്കുന്നത്. സോ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ ഹോളോസീൻ എന്ന് പറയുന്ന ഇപ്പോക്കിന്റെ എവിടെയാണ് നിൽക്കുന്നത്? ഹോളോസീൻ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ എവല്യൂഷൻ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇപ്പോക്സും ആണുള്ളത്. ഇനി ഇവിടെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ കണക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ജി എന്ന് പറയുന്നത് ജിഗ ആനം ആണ് കേട്ടോ. ജിഗ ആനം എന്ന് പറയുമ്പോൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. ബില്യൺ ഇയേഴ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 ജിഗ ആനം എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ഇയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ എം എ എന്ന് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ MYA എന്നാണ് കൊടുത്തേക്കുന്നത്. MA എന്ന് കൊടുത്തേക്കുന്നത് മെഗാ ആനം. എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് കേട്ടോ. മില്യൺ ഇയേഴ്സിന്റെ കണക്കാണ് ഇത് പറയുന്നത്. ദെൻ കെ എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത് കിലോ ആനം. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കേട്ടോ. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പൊ നമ്മുടെ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ട്. ഏറ്റവും താഴെ കിടക്കുന്നത് ഏറ്റവും ഓൾഡർ ആയിട്ടുള്ളത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. പിന്നെ എന്താണ്? മില്യൺസ് ഓഫ് ഇയേഴ്സ്. പിന്നെ വരുന്നത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഓരോന്നും GA എന്നും MA എന്നും K എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡയഗ്രത്തിൽ. നിങ്ങളത് വായിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആകരുത്. ഏറ്റവും താഴെ ഏറ്റവും ഓൾഡർ ആയിട്ടുള്ളത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ആണ് നമ്മൾ പറയുക, GA. പിന്നെ വരുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ്, പിന്നെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ശരിക്കും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആണ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ MYA എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MYA അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? യുറേ-മില്ലർ എക്സ്പെരിമെന്റ് പറഞ്ഞു, പിന്നെ ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ നമ്മൾ ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലും ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ.